വരൾച്ച രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഉള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാതെ പോകുന്നതുകൊണ്ടാണ് വരൾച്ച ഇത്ര രൂക്ഷമായെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ സ്വാഭാവികമായ ജലസ്രോതസ്സുകളുണ്ട്, പക്ഷെ അത് മലിനമായി കിടക്കുന്നു, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല, അത് കാണാതെ പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെ. പലപ്പോഴും നമുക്ക് വരുന്ന പല റിപ്പോർട്ടുകളും അങ്ങനെയാണ്. വരൾച്ച രൂക്ഷമായതിനേക്കാൾ കൂടുതലും ഇങ്ങനെ ഉപയോഗിക്കാതെ പോകുന്ന, നമ്മൾ കാണാതെ പോകുന്ന ചില ജലസ്രോതസ്സുകളെ പറ്റിയുള്ള റിപ്പോർട്ടുകളാണ്. ഇതും അങ്ങനെ തന്നെയാണ്. അതെ, നോക്കാം. കണ്ണൂർ നഗരത്തിന്റെ മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറിയ കക്കാട് പുഴയും വേനൽ കനത്തതോടെ വറ്റിത്തുടങ്ങി. സ്വകാര്യ സർക്കാർ കയ്യേറ്റങ്ങൾ വ്യാപകമായ കക്കാട് പുഴയോരത്ത് എത്തിയിരുന്ന പക്ഷികളുടെ എണ്ണവും ഇത്തവണ കുറഞ്ഞു. പുഴയിൽ നിക്ഷേപിച്ചിരുന്ന മരങ്ങൾ മാറ്റിയതോടെ പുഴയ്ക്ക് ജീവൻ വീണ്ടും കിട്ടിയിരുന്നു. ഒരു കാലത്ത് പുഴ കാണാത്ത വിധം സമീപത്തെ മരക്കമ്പനികളിൽ നിന്ന് മരം പുഴയിൽ നിക്ഷേപിച്ചിരുന്നു. ഇതോടെ ഒഴുക്ക് നഷ്ടപ്പെട്ട പുഴയിൽ മാലിന്യവും അടിഞ്ഞുകൂടിയ വാർത്ത മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അധികൃതർ ഇടപെട്ട് പുഴയിലെ സ്വകാര്യ വ്യക്തികളുടെ മരനിക്ഷേപം അവസാനിപ്പിച്ചെങ്കിലും മാലിന്യ നിക്ഷേപം പുഴയിൽ ഇപ്പോഴും തുടരുകയാണ്. പുഴയുടെ ഭാഗങ്ങൾ കയ്യേറിയത് തിരിച്ചുപിടിക്കാനുള്ള നടപടികളെല്ലാം നിലച്ചു. ഒഴുക്ക് നിലച്ച് മരണത്തിന്റെ വക്കിലാണ് ഒരു കാലത്ത് ബോട്ട് സർവീസ് വരെ നടത്തിയിരുന്ന കക്കാട് പുഴ. കുടിവെള്ളം ഉണ്ടാകുന്നതിന് മാത്രമേ പുരോഗതി ഉണ്ടാവും. കുടിവെള്ളം ഇല്ലാത്ത പുരോഗതി വികസനം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇന്ന് ദാഹിക്കുന്ന ഈ കക്കാട് പുഴ ആരോടെ ഇത് പറയുന്നു? ഗവൺമെന്റിനോട് തന്നെ പറഞ്ഞ് മടുത്തിരിക്കുന്നത്. കാരണം ഇപ്പൊ പറഞ്ഞാൽ തന്നെ ചില ഉദ്യോഗസ്ഥന്മാർ ഇതിനു വേണ്ടി നടത്താം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ഒരു സാമ്പത്തിക ലാഭത്തിന്റെ ഒരു ഇതുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇടുങ്ങിയ പാലങ്ങളും പുഴയുടെ നാശത്തിന് കാരണമാകുന്നുണ്ട്. വ്യാപിച്ചു കിടന്നിരുന്ന പുഴയിൽ ആശ്രയം തേടിയുന്ന പക്ഷികളുടെയും മറ്റു ജീവികളുടെയുമെല്ലാം എണ്ണം കുറഞ്ഞു. വേനൽ കനക്കുന്നതോടെ ഇത്തവണ കക്കാട് പുഴ പൂർണ്ണമായും വറ്റിയാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. നഗരത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള സ്രോതസ്സിനെ നിലനിർത്താൻ അധികൃതരുടെ അടിയന്തര നടപടിയാണ് ആവശ്യം. മനോരമ ന്യൂസ്, കണ്ണൂർ.